ആദിത്യം വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടണും കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാനിന്ന് കൂട്ടാൻ വെക്കാൻ പോകുന്നത് പപ്പരക്കായാണ്. നമ്മുടെ നാട്ടിൽ പറയുന്നത് പപ്പരക്കായാണ്. അതിന്ന് ഞാൻ എരിശ്ശേരി വെക്കാൻ പോവാം. പിന്നെ അകത്തെ ഇതിങ്ങനെ ചിരണ്ടി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം. എന്നും വൻപയറാണ് എരിശ്ശേരി ചേർക്കുന്നത്. ഇത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇതിനകത്ത് ഞാനൊരു രണ്ടാമത് ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ശകലം പഴുത്തു പോയി. ചേനച്ചതായിരുന്നു പഴുപ്പ്. ഞാൻ അതുകൂടി ഇതിൻ്റെ കൂടി ഇടുന്നുണ്ട്. അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അത് ഞാൻ ഇങ്ങനെ ഇടുന്നത്. പയറിനകത്ത് പപ്പരക്കായും കൂടി ഇടുകയാണ്. 3 വിസിൽ വരുന്നതിനെ പറ്റി നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. തേങ്ങ അരച്ച് കൊടുക്കുക. ശകലം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ശകലം ജീരകം ഇട്ടിട്ടുണ്ട്, ഒരു ഉള്ളിയും കരിയാപ്പടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കരിയാപ്പടി അരയ്ക്കണ്ട. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ അരച്ചെടുക്കാം. ലാസ്റ്റ് ആണ് പച്ചമുളകും ഉള്ളിയും കൂടെ ഞാൻ അരച്ചെടുക്കുന്നത്. ഉള്ളി കണ്ടമാനം അരഞ്ഞു പോകരുത്, പച്ചമുളകും കണ്ടമാനം അരഞ്ഞു പോരാ. അതിനാണ് ലാസ്റ്റ് ഇടുന്നത്. ഇത് ചതച്ചെടുക്കുക. ഐറ്റങ്ങളാണ് ഇത്: കടുക്, ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില. ഈ തേങ്ങ വറുത്താണ് ഇതിനകത്ത് ചേർക്കുന്നത്. നന്നായി വെന്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് പകർത്താം. അടച്ച് നല്ലോണം വെന്ത് നമുക്കിനി കടുക് വറുക്കാം. വാങ്ങി വെക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇളക്കി കൊടുക്കുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണിത്. അതും കൂടി ഇളക്കി അങ്ങനെ നമ്മുടെ പപ്പരക്ക എരിശ്ശേരിയായി. എരിശ്ശേരി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക. ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത് കേട്ടോ.